കേരളത്തിൽ ഇന്നിപ്പോൾ കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടതല്ലേ. അതെനിക്ക് ഭയങ്കര സന്തോഷാന്ന് തോന്നുന്നു കോൺഗ്രസ് ജയിച്ചതിൽ. അങ്ങനെയില്ല, എന്നാലും പോട്ടെ, നമുക്ക് കാണാലോ. അപ്പോൾ ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലൊന്ന് നമ്മൾ ഇന്നിപ്പോൾ കണ്ടു. അതിനെ ഇപ്പോൾ നമ്മുടെ വിജയ് രാഹുൽ ഗാന്ധിയെ ബ്രദർ എന്നൊക്കെ വിളിക്കുന്ന ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ളൊരു വളർച്ച എന്ന് പറയണോ അതോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ കേന്ദ്രത്തിനെ അഫക്റ്റ് ചെയ്യുമോ? ശരിക്കും കേന്ദ്രത്തിനെ അഫക്റ്റ് ചെയ്യുകയോ ഇവിടെ തമിഴ്നാട്ടിലെ 5 കോൺഗ്രസ് MLA ഭരണകക്ഷിയുടെ കൂടെ ചേർന്നു എന്നതുകൊണ്ട് കേന്ദ്രത്തിന് ഒന്നും ബാധിക്കുകയൊന്നുമില്ല. അങ്ങനെ ഒരു വലിയ മാറ്റം വരുന്ന എനിക്ക് തോന്നണില്ല. പക്ഷേ BJP ദക്ഷിണേന്ത്യയിൽ ഇനിയും വളരേണ്ടിയിരിക്കണം. കേരളത്തിലും തമിഴ്നാട്ടിലും BJP വളരേണ്ടിയിരിക്കണം. അത് BJPക്ക് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇത്രയും വർഷമായിട്ട് വളരാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് ഒരു കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. BJPയുടെ നേതാക്കൾ, കേന്ദ്രത്തിലുള്ള നേതാക്കൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. തമിഴ്നാട്ടിൽ നല്ല ഒരു BJP നേതാവ് എന്ന് പറഞ്ഞു വന്നത് അണ്ണാമലൈ എന്ന് പറയുന്ന യുവാവാണ്. അദ്ദേഹം IPS പദവിയെല്ലാം രാജിവെച്ച് വന്ന് രാഷ്ട്രീയത്തിൽ കയറി. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വരാനുള്ള പ്രധാന കാരണം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രവർത്തന ശൈലി കണ്ടിട്ടാണ് അദ്ദേഹം വന്നത്. വേറെ പദവിയൊന്നും മോഹിച്ചല്ല വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് BJP തമിഴ്നാട്ടിൽ ഒരു ഒറ്റക്കക്ഷിയായി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറണം. അപ്പോഴാണ് BJPയുടെ ശക്തി തെളിയിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അത് BJPയുടെ കേന്ദ്ര നേതൃത്വം എന്തോ ആ ഒരു ഗൗരവത്തിലെടുത്തില്ല. യഥാർത്ഥത്തിൽ അണ്ണാമലൈ തമിഴ്നാട് BJPയുടെ പ്രസിഡൻ്റായി കഴിഞ്ഞ് വന്നപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്, ഇങ്ങനെ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഈ നാട്ടിലുണ്ട് അല്ലേ എന്നറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തിനെ തുടരാൻ അനുവദിച്ചിരുന്നു എങ്കിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ പാർട്ടിയെ വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ BJP എന്നെ വളർത്തിക്കൊണ്ടുവന്നേനെ. ഇപ്പം കേരളത്തിലും BJPയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ BJP രൂപീകരിച്ച അന്ന് തൊട്ട് കേരള ഇതിൽ കാണുന്ന കുറേ നേതാക്കന്മാർ തന്നെ ഇപ്പോഴും കാണുന്നുള്ളൂ. ഒരു മാറ്റം കാണണില്ല, ഒരു ജനറേഷണൽ ഷിഫ്റ്റ്, അതല്ലെങ്കിൽ ഒരു ജനറേഷണൽ ചേഞ്ച് കേരളത്തിൽ BJPയിൽ കാണുന്നില്ല. ഇപ്പോൾ 95 വയസ്സായ രാജഗോപാൽ തൊട്ട് നമ്മുടെ CK പത്മനാഭൻ വരെ BJP രൂപീകരിച്ച അന്ന് തൊട്ട് ഒരു ഇങ്ങനെ നിൽക്കുക, മൂത്ത് നിൽക്കുക, മാറാണ്ട്. ഏതെങ്കിലും യുവ നേതാക്കൾ, എക്സെപ്ഷൻസ് ഉണ്ടാവും, K സുരേന്ദ്രനെ പോലെയുള്ളവരുണ്ടാവും, അല്ലാതെ വേറെ ആരും BJPയിൽ വന്ന് ഒരു പുതിയ ഒരു റിഫ്രഷിങ് ഫേസ്, ഒരു ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന നേതാക്കന്മാർ BJPയിലില്ല, കേരളത്തിലെ BJPയിലില്ല. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കണം, BJP എന്ന് പറഞ്ഞൊരു ഹിന്ദു പാർട്ടിയാണെന്ന് BJP നേതാക്കൾക്ക് മനസ്സിലാക്കണം, നേതാക്കൾക്ക് തോന്നണം. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് BJPക്ക് വോട്ട് കിട്ടാൻ പോണില്ല. മുസ്ലിങ്ങൾ വരും അവർക്ക് എന്തെങ്കിലും പദവി കിട്ടാൻ വേണ്ടിയിട്ട്, ക്രിസ്ത്യാനികൾ വരും അവർക്ക് എന്തെങ്കിലും പദവി കിട്ടാൻ വേണ്ടിയിട്ട്, അതിനപ്പുറത്ത് അവർക്ക് നേട്ടമൊന്നുമില്ല BJPനെ കൊണ്ട്. ഞാനിപ്പോഴും ഓർക്കണു, ഈ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനത്തിന് യൂണിയൻ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഒരു കത്തോലിക്ക അച്ഛൻ ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് അയാൾ TV ചാനലിൽ വന്ന് പറയാം, ഇതിലിത്ര വലിയ വാർത്ത എന്താ ഉള്ളത്, അൽഫോൺസ് കണ്ണന്താനം എന്ന് പറഞ്ഞാൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് കിട്ടേണ്ട പദവിയാണ്, അതവനെ കോൺഗ്രസ്സുകാർക്ക് വിളിച്ചു കൊടുക്കായിരുന്നില്ല അയാളെ. അതെ. അപ്പോൾ അവർക്ക് നമ്മളോട് ഭയങ്കര പുച്ഛാണ്. ഈ കാര്യം കാണാൻ മാത്രമേ ബിഷപ്പുമാരും കർദിനാളന്മാരും കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുകയുള്ളൂ. അവർക്ക് എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഉടനെ തന്നെ അവരുടെ എക്കോസിസ്റ്റം ഉപയോഗിച്ച് പറയും, ക്രിസ്ത്യാനികൾ ഭാരതത്തിൽ സുരക്ഷിതരല്ല, മോദി ഞങ്ങളെ നോക്കുന്നില്ല, ഞങ്ങളെ പീഡിപ്പിക്കുകയാണ്. അവർക്ക് കുറേ ന്യൂസ് പോർട്ടൽസ് ഉണ്ട്. ആ പോർട്ടൽസ് വഴി അവർ ലോകം മുഴുവൻ ഈ വാർത്ത എത്തിക്കും. ഇത് കിട്ടാൻ നോക്കിയിരിക്കുക അമേരിക്കയിലെ പാപ്പരാസികൾ, അവരിത് വച്ച് കാച്ചിട്ടിട്ട്. അപ്പോൾ അങ്ങനെ മോദിയും അമിത്ഷായും മറ്റും വളരെ കെയർഫുള്ളായിട്ടാണ് ഇവരുമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഹിന്ദുക്കളെങ്കിലും തുറന്നു പറയണം ഇത്, കാരണം ഇവരെ ഡിപ്പെൻഡ് ചെയ്യാൻ കൊള്ളില്ലാട്ടോ, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ലാട്ടോ, ഒരു ക്രിസ്ത്യാനിയും BJPക്ക് വോട്ട് ചെയ്യാൻ പോകണില്ല എന്ന് അത് തുറന്ന് പറയണത്. കാരണം അതുപോലെ മാത്രമല്ല, ഈ BJPയിൽ ചേരാമെന്ന് ക്രിസ്ത്യാനികളോട് പറയണം, ഇതേ നോക്കിയത് നിങ്ങളുടെ പാർട്ടി അല്ല, നിങ്ങൾക്ക് ഇഷ്ടംപോലെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നിങ്ങൾക്ക് കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് മാണി, കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് ജേക്കബ്, പിന്നെ ബാക്കി കേരള കോൺഗ്രസ് പിള്ള,
ദെൻ അതുകൂടാണ്ട് വേണേൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യൻ മുസ്ലിം ലീഗിൽ പോയി ചേരും. അങ്ങനെ പറഞ്ഞു വിടായിരുന്നു അവരൊരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകണില്ല. ഞാൻ ഇപ്പോഴും പറയാം, ഒന്നോ എക്സെപ്ഷണൽ കേസ് എവിടെയും കാണുമല്ലോ, ഈ ബ്ലാക്ക് ഷീപ്സ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കാണുമല്ലോ. അങ്ങനെയുള്ളവർ ആരെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുണ്ടാവും. ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ ഒട്ടും ചെയ്യൂല. തമിഴ്നാട്ടിലെ കാര്യം, ഇപ്പൊ വിജയ് രാഹുൽ ഗാന്ധിയെ ബ്രദർ എന്ന് വിളിച്ചു എന്നൊക്കെ പറയും. പപ്പു എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ പരസ്യമായിട്ടും, അതുകൊണ്ടായിരിക്കാം കാരണം. പിന്നെ വേറൊന്നുള്ളത്, 107 MLA കൂടെ 5 MLA കഴിഞ്ഞാൽ ഒരു വലിയ സമുദ്രത്തിൽ 2 തുള്ളി വെള്ളം വീണ പോലെ ആയിരിക്കുള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ AIADMK സമീപനം എന്തായിരിക്കുന്നത് നമുക്കറിയില്ല. AIADMK പറഞ്ഞിരിക്കുന്നത് അവരുടെ 36 MLA CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ വിജയിന് സപ്പോർട്ട് പ്രഖ്യാപിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുക. അത് മാത്രമല്ല, ഇത്രയും വർഷം AIADMKയിൽ ഉണ്ടായിരുന്ന ചെങ്കോട്ടയൻ എന്ന് പറഞ്ഞ ആൾ, അയാളിപ്പോൾ ഇന്ന് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. TVKയുടെ സെക്രട്ടറിയാണ് അയാൾ. അപ്പോൾ അയാൾക്ക് AIADMKയിൽ നല്ല സ്വാധീനം ഉണ്ടാവില്ലേ? അയാൾക്ക് AIADMKയിൽ ഈ എടപ്പാടി പഴനിസ്വാമിയുടെയും O പനീർശെൽവത്തിൻ്റെയൊക്കെ പെരുമാറ്റത്തിൽ മടുത്തു കഴിഞ്ഞിട്ട് ദേഷ്യം വന്ന് അയാൾ അവിടെ നിന്ന് DMKയിലേക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് അയാൾ TVKയിൽ പോയി. TVKയിൽ ജനറൽ സെക്രട്ടറി ആയി. അപ്പോൾ അയാളിപ്പോഴും പഴയ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് AIADMKയിൽ. അവർ അതേപോലെ വേറെ പലരും ഉണ്ട്, വീലർ ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പലരും AIADMKക്ക് മന്ത്രിപദമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടാവും. ഈ 2 അംഗങ്ങളുള്ള തിരുമാവളവനാണോ ഭേദം, 43 അംഗങ്ങളുള്ള AIADMK ആണോ ഭേദം? സോ നാച്ചുറലി അപ്പോൾ അവർ കോൺഗ്രസിനെ പതുക്കെടുത്ത് പുറത്ത് കളി, അത്ര തന്നെ. ഈ കോൺഗ്രസിനും TVKയ്ക്കും ഒരുപോലെ മുന്നോട്ട് പോകാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ, ഒരേ മുറ്റത്ത് 2 കാളകളെ പൊറപ്പിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. രാഹുൽ ഗാന്ധി എന്ന കാളയും വിജയ് എന്ന് പറയുന്ന കാളയും. പിന്നെ അവർ അൾട്ടിമേറ്റ്ലി ദേ ആർ ഇൻട്രസ്റ്റ് ക്രിസ്ത്യൻസ് ആണ്, ഇവാഞ്ചലിസ്റ്റുകളാണ് രണ്ടുപേരും. കുരിശ് നടത്തലാണ് അവരുടെ പ്രധാന പരിപാടി. അപ്പോൾ അത് നടക്കും. പക്ഷേ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ രാഷ്ട്രീയത്തിൽ ഒന്ന് മന്ത്രിയാവാനും കോർപ്പറേഷൻ്റെ ചെയർമാനൊക്കെ ആവാനായിട്ടും. അത് നടക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് സ്വയം എന്താ പറയുക ശക്തി പ്രാപിച്ച് ഒരു ഇൻഡിപെൻഡൻറ്റ് പാർട്ടിയായിട്ടും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അതില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കേന്ദ്രത്തിലെ ബി ജെ പിയുടെ ശക്തി വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കൂടി അവർക്ക് ശക്തമായ സാന്നിധ്യം വേണം. ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കണമെങ്കിൽ കുറേ അധികം കടമ്പകളുണ്ട്. അത് എങ്ങനെ കടക്കണം എന്നുള്ളതിനെ കുറിച്ച് BJP നേതൃത്വം ആലോചിക്കണം. അല്ലാതെ മറ്റേ റാഞ്ചിയിലോ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പ്രത്യേക വിമാനം പറപ്പിച്ച് അങ്ങോട്ട് ചെല്ലുകയല്ല വേണ്ടത്, അവരെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട്. അവരവിടെ അറസ്റ്റ് ചെയ്തെന്തിനാ? അവിടുത്തെ നിയമം വയലേറ്റ് ചെയ്തതിനാണ്. അതിന് ഇവരെ പോയി ജാമ്യത്തിൽ എടുക്കാൻ പോയത് ഇപ്പം അവിടെയുള്ള 2 ക്രൈസ്തവന്മാർ ബാങ്കിൽ കയറി കൊള്ളയടിച്ച് 10 ലക്ഷം രൂപ മോഷ്ടിച്ചു. ഉടനെ തന്നെ ഇവിടുന്ന് പോവോ പാർട്ടി പ്രസിഡന്റ് അവരെ ജാമ്യത്തിൽ എടുക്കാനായിട്ട്? യു ഷുഡ് ബി ബോൾഡ് ഇനഫ്. ധൈര്യം വേണം പറയാനായിട്ട്. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, പോയി പണി നോക്കാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം. ദിസ് ഇസ് ദ തിങ്. അല്ലാതെ ഒരു BJPക്ക് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം BJPക്ക് ശക്തമായ റൂട്ട്സും ബേസും ഉണ്ട്. ഈ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ദെൻ പഞ്ചാബ്, ദെൻ ഹരിയാന, ഡൽഹി, ദെൻ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ. ഇപ്പം അതാ കണ്ടില്ലേ ബംഗാൾ. ഇപ്പം ബംഗാളിൽ അവർ മര്യാദയ്ക്ക് ഭരിക്കുകയാണെങ്കിൽ, നല്ലപോലെ ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ബീഹാർ, എനിക്ക് തോന്നുന്നു ഇവിടെ ദക്ഷിണേന്ത്യ ഒരു കോൺഗ്രസിന്റെ തട്ടകം പോലെ ഇങ്ങനെ ആയല്ലോ, അതുകൊണ്ടായിരിക്കാം. അതില്ല, ഇപ്പൊ കോൺഗ്രസിന്റെ തട്ടം എന്ന് പറയാൻ പറ്റുമോ? നാളെ AIADMK വന്നാൽ ഇവർ 5 MLA പിടിച്ച് പുറത്താക്കും. വിജയ് അയാളും രാഷ്ട്രീയക്കാരനല്ലേ. അയാൾക്കിപ്പോ മറ്റേ AIADMK കിട്ടണായിരിക്കും കൂടുതൽ ലാഭം. കാരണം അയാളുടെ മന്ത്രിസഭ 5 വർഷം നിലനിൽക്കും. 36 പേരുണ്ട്. ഇവരിവിടെ ഈ തിരുമാവളവനും മറ്റേ വളവനും എല്ലാം കൂടി ചേർന്ന് ഇതിനെ വളച്ചൊടിക്കാനേ അവർ നോക്കുള്ളൂ. അപ്പൊ അത് മാത്രമല്ല, ഇത് എത്ര നാൾ ഇവർക്ക് എന്താണെങ്കിലും അവർ വിജയ് മുഖ്യമന്ത്രി ആയിരുന്നു വെച്ചാൽ മതി. ഇവാഞ്ചലിസ്റ്റുകൾക്ക് മതപരിവർത്തന ലോബിക്ക് ഇത് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് വിജയ് എന്ന് പറയുന്നത്. എങ്ങനെ വിജയ് അധികാരത്തിൽ വന്നു? വിജയുടെ ഇലക്ഷൻ ഫണ്ടൊക്കെ ആര് ഫൈനാൻസ് ചെയ്തു? വിജയന് എവിടെ നിന്ന് ഇത്രമാത്രം പൈസ കിട്ടി? ഇത്രമാത്രം ആൾക്കാരെ എങ്ങനെ മൊബിലൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. അതും ഒരു ദേശവിരുദ്ധ ശക്തിയായിട്ട് മാറാതിരുന്നാൽ അവർക്ക് കൊള്ളാം. അതെ. ഇതൊന്നും മോദിജിയെയും കേന്ദ്ര സർക്കാരിനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. ഇല്ല.